പടം നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് കിടിലം പടം, കിടിലം. പിന്നെ സെക്കൻഡ് ഹാഫ് വെയിറ്റിംഗ് ആണ്. ഇപ്പം ഇന്റർവെല്ലിന് ഇറങ്ങിയത്. കിടിലം, നല്ല അഭിനയം, കണ്ടോണ്ടിരിക്കുക. എന്തായിരുന്നു? ഒരു കോമഡി ഒരു പടം. രോമാഞ്ചം, ആ ഒരു വൈബ് നല്ല എന്റർടൈനർ. താങ്ക് യു. പടം ആ പേര് പോലെ തന്നെ ആവേശം തന്നെ. എന്തായാലും നമ്മളെ ഇൻ്റർവെൽ ആയതറിഞ്ഞില്ല. കാരണം അത്രയ്ക്കും നല്ല രസത്തിൽ നമുക്കിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ്. കോളേജ് സ്റ്റുഡൻറ്റ് ആ സ്റ്റൈല്, പിന്നെ ഒരു ലോക്കൽ ഗുണ്ട സെറ്റപ്പ്. വാദ്വാസിൻ്റെ ഗെറ്റപ്പ് നമുക്ക് പറയാനില്ല. കാരണം ആ പുഷ്പയിലൊക്കെ കണ്ട അത് വേറൊരു കഥാപാത്രമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം നമുക്ക് പുഷ്പയുടെ ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് പുള്ളി ലോക്കൽ, അതായത് ബാംഗ്ലൂരിലൊരു ലോക്കൽ ഗുണ്ട നേതാവായിട്ടാണ് ഇതിൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടേക്കുന്നത്. എന്തായാലും ഇതിൽ അഭിനയിച്ചേക്കുന്ന പിള്ളേരൊക്കെ സ്റ്റുഡൻ്റൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. ആ 3 സ്റ്റുഡൻറ്റ് നല്ല പെർഫോമൻസാണ്. വാദ്വാസ് പുള്ളിനെ പിന്നെ നമുക്കത് പറയാനില്ല. പുള്ളിയുടെ ശരീരഭാഷ കൊണ്ടും പുള്ളിയുടെ സംഭാഷണം കൊണ്ടൊക്കെ നമ്മളെ പിടിച്ചിരുന്ന് നല്ല ചിരിക്കാനും നമുക്ക് പെട്ടെന്നുള്ളൊരു നമുക്ക് കോമഡി ആയിട്ട് തോന്നും. പക്ഷേ പുള്ളി അതിൽ സീരിയസ് കഥാപാത്രമാണ്. പുള്ളിയുടെ ഒരു നാച്ചുറൽ നമ്മൾ മലയാളം പടത്തിൽ ഇപ്പോൾ സത്യനന്ദികർ സാറിൻ്റെ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതേ ഒരു സ്റ്റൈലിൽ. പിന്നെ നമ്മൾ പുള്ളിൻ്റെ തൊണ്ടി മുതലും സാക്ഷികൾ അങ്ങനെയുള്ള പടമൊക്കെ ഉണ്ടല്ലോ, അതേ ഒരു സ്റ്റൈലിൽ ചിരിയും. എന്തായാലും ഒരു രക്ഷയില്ല. എന്തോ എൻ്റർടൈനറാണ്. ഏതായാലും ഒരു ഉത്സവ പ്രതീതിയാണ് ഈ പടത്തിൻ്റെ. ഒരു കളർഫുള്ളാണ്. ഏതായാലും ധൈര്യമായിട്ട് എല്ലാവർക്കും വന്ന് ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. എന്തായാലും ഇൻ്റർവെല്ലിൽ നമ്മളെ പിടിച്ചിരുത്തി. ഇനിയിപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, താങ്ക് യു. അതായത് മാസ് ആക്ഷൻ കോമഡി, അതാണ് പടം. അതായത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവവും ഈ പടത്തിലുണ്ട്. ഒരു തരി ലാഘവം എനിക്ക് തോന്നിയില്ല ഇതുവരെ. ഫസ്റ്റ് ഹാഫ് ഒരു തരി ലാഘവം തോന്നിയില്ല. അതായത് അതിലൊക്കെ പെർഫോമൻസ് ഇല്ല, ഒന്നിനൊന്ന് മെച്ചം. അത് എന്താ പറയുക, ഇപ്പം അതായത് അടുത്ത ബമ്പർ ഹിറ്റ് ഉറപ്പാണ് കാര്യം. ഷോ പൊളിച്ചു, രംഗെണ്ണം പൊളിച്ചു. ആവേശം, വിശ്വാവേശം എടുത്തു. അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം അതിനൊക്കെ ഒരു വെല്ലുവിളി ആയിരിക്കും അത്. എന്തായാലും തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷം ആടുജീവിതം ഇതൊക്കെ പോവും. ഒരാവശ്യത്തിലാകും ഏറ്റെടുക്കും സംഭവം. പൊളിച്ചു, തകർത്തു. പടം നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് കിടിലം പടം, കിടിലം. പിന്നെ സെക്കൻഡ് ഹാഫ് വെയിറ്റിംഗ് ആണ്. ഇപ്പം ഇന്റർവെല്ലിന് ഇറങ്ങിയത്. കിടിലം, നല്ല അഭിനയം, കണ്ടോണ്ടിരിക്കുക. എന്തായിരുന്നു? ഒരു കോമഡി ഒരു പടം.